ശ്രീജിത്ത് ചേരുകയാണ് നമ്മളോടൊപ്പം ഈ വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീജിത്ത്, വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ വാർത്ത ആദ്യം ശ്രവിച്ചപ്പോൾ മുതൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആരോഗ്യ മേഖലയ്ക്ക് പോലും വെല്ലുവിളിയാണ് ഇത്തരം പ്രവണതകൾ എന്നതിൽ തർക്കമില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് അധികൃതർ എന്ന ചോദ്യം കൂടി. ഇനി ഇതുകൊണ്ട് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അല്ല, ഇപ്പോ നമ്മുടെ ഈ ഡെലിവറിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡെലിവറി നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് അതിന് വിശിഷ്യായുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഒട്ടുക്കുണ്ട്, കേരളത്തിലും അത് വിശിഷ്യുണ്ട് എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ മാതൃ ശിശു മരണ നിരക്കുകൾ കുറയുന്നതിനുള്ള ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്ന് ഇത്തരത്തിൽ ആശുപത്രി കേന്ദ്രീകൃതമായി നമ്മൾ പ്രസവം നടത്തുന്നു, അല്ലെങ്കിൽ പ്രസവത്തിനുള്ള എല്ലാ ശുശ്രൂഷയും നമുക്ക് അത്തരത്തിലുള്ള അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സമൂഹത്തിൽ പല കാര്യങ്ങളും അശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളും പ്രചരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ തിരിഞ്ഞ് നടക്കുക എന്ന ഒരു പൊതുവിൽ കാഴ്ചപ്പാടുകൾ, അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ അന്ധമായി വിശ്വസിച്ച് അത് പാലിച്ചു പോവുക, ഇങ്ങനെയൊക്കെയുള്ള അബദ്ധധാരണകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശാസ്ത്രത്തെ മുറുകെ പിടിക്കുകയും ശാസ്ത്രീയ പുരോഗതികൾ നമ്മൾ സ്വായത്തമാക്കുകയും ചെയ്യണം. കാരണം ഇപ്പോ 5-10 ഡെലിവറി നടക്കുമ്പോൾ ചിലപ്പോൾ അപകടം ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് 50-100 ആയി കഴിയുമ്പോഴേക്ക് അപകട നിരക്ക് വളരെ കൂടും. അപ്പൊ അതുകൊണ്ട് ഒരു 3-4-5 സംഭവങ്ങൾ അപകടരഹിതമായി നടന്നു എന്നുള്ളത് ഇത് അപകടം ഉണ്ടാകില്ല എന്നുള്ളതിന്റെ സൂചനയല്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള അവബോധമാണ് ഏറ്റവും അധികം വേണ്ടത്. ജനങ്ങൾ ഇത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ശാസ്ത്രീയമായി നമുക്ക് ലഭ്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. ഡോക്ടർ, ഈ ഗാർഹിക പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന ചില സംഘടനകൾ അല്ലെങ്കിൽ സംഘങ്ങൾ തന്നെ സംസ്ഥാനത്ത് ഉണ്ട് എന്ന് രഹസ്യ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെ ഒരു നിദാനം തന്നെയാണ് ഇന്നലെ നടന്ന ഗാർഹിക പ്രസവം ചെയ്തവരുടെ കൂട്ടായ്മയും അതിലെ അവാർഡ് ദാന ചടങ്ങ് പ്രത്യേകമായി നടത്തിയതും സംഘടിപ്പിച്ചതുമൊക്കെ. ഇതിൽ ഈ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രത്യേകമായി ബോധവൽക്കരണം പൊതുജനങ്ങൾക്ക് നൽകാനായി ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ അതുവഴിയുള്ള നീക്കങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ? അല്ല, ഇതെല്ലാം ആവശ്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആദ്യ പ്രസരം നടക്കുന്ന ഒരു കാലമായതുകൊണ്ട് പലർക്കും ഒരു നിലവിലുള്ള പല സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ കിട്ടുമെന്നുള്ളത് കൊണ്ടും പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ആളുകൾക്ക് ഉണ്ടാകാം. പക്ഷെ അതൊക്കെ ശരിയാണ്. എന്നാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ വാക്സിന്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ ഡയറ്റിങ്ങിന്റെ കാര്യം എടുക്കാം. അപ്പൊ പലതരത്തിലുള്ള അബദ്ധധാരണകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മാത്രമല്ല, നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും കൂടി നമ്മുടെ ജീവിതം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കണം. ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അല്ലാതെയുള്ള കൂട്ടായ്മകളോ ഒക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ യുക്തിയും ബുദ്ധിയും നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രത്തെ മുറുകെ പിടിക്കണം. അതിന് എല്ലാ സംഘടനകൾക്കും ബാധ്യതയുണ്ട്. സർക്കാരിനും അതുപോലെ തന്നെ സംഘടനകളും സമൂഹവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നാം ഇതുവരെ നേടിയ പുരോഗതിയിൽ നിന്ന് ഇനിയും പുരോഗമിക്കുവാൻ നാം ശ്രമിക്കണം. അതിന് ശാസ്ത്രീയമായ മാർഗങ്ങൾ നാം തുടർന്ന് പോകേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. ശരി, വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്.